ഹായ് ഫ്രണ്ട്സ്, ഞാനൊരു കുഞ്ഞു നൊസ്റ്റാൾജിക് വീഡിയോ ആയിട്ട് വന്നതാണ്. ഇന്നലെ ഏട്ടനും മോനും അച്ഛനും വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നേ. എനിക്ക് ചെറുതായിട്ട് വയ്യാണ്ടിരിക്കുന്ന സമയമായിരുന്നു. എന്നെ കാണാൻ വന്നതായിരുന്നു ഏട്ടൻ. അപ്പോഴായിരുന്നു മോൻ ഈ ചേമ്പില, നമ്മളെ കാട്ടു ചേമ്പില കേട്ടോ, അതും എടുത്തിട്ട് തുള്ളി തുള്ളി വരും. മോൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, അമ്മായി നമുക്ക് ഈ ചേമ്പില കൊണ്ട് ഒരു മാലയാക്കാമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ പറഞ്ഞു, അയ്യോ അമ്മായി കുട്ടിക്കാലത്ത് ചെയ്തതാ, പക്ഷെ അമ്മായിക്ക് ഓർമ്മയില്ല, മോൻ കാണിച്ചാന്ന് പറഞ്ഞിട്ട് എനിക്ക് അവൻ കാണിച്ചു തരുമായിരുന്നു. കാരണം നമ്മൾ മറന്നുപോയ പലതും നമ്മളെ കുട്ടികൾക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്, അല്ലെങ്കിൽ കുട്ടികൾ ചെയ്യുന്നതൊക്കെ അറിയുമ്പോൾ സന്തോഷമുണ്ടല്ലോ. അത് ഒന്നാമതെന്ന് പറഞ്ഞാൽ നമ്മളെ ആ കുട്ടിക്കാലത്തേനെ തിരിച്ച് ഓർമ്മപ്പെടുത്തുന്ന കാഴ്ചയായത്. അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ഞാൻ നിങ്ങൾക്കായിട്ട് പങ്കുവെക്കുന്നത്. വീട്ടിൻ്റെ പിറകിലെ മതിലിൻ്റെ മുകളിൽ കണ്ടോ ഒരുപാട് ചേമ്പില അവിടെ ഉണ്ടായിരുന്നേ. അവിടെ നിന്ന് ഞാനൊന്ന് എടുത്തു, മോൻ കാണിച്ചെന്ന പോലെ ഒന്ന് ട്രൈ ചെയ്തു. അത് ഞാൻ നിങ്ങൾക്കും കൂടി പങ്കുവെക്കുകയാണ്, നിങ്ങൾക്കും കൂടി കാണിച്ചു തരികയാണ്. നിങ്ങൾ വിചാരിക്കും ഇതെന്താ, ഇതൊക്കെ കാണിക്കേണ്ട ആവശ്യം എന്നാന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ എനിക്ക് ആ സമയത്ത് ഭയങ്കര ഒരു സന്തോഷമാണ് ഉണ്ടായത്. അപ്പം അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്കും കൂടി വേണ്ടിയിട്ട് പങ്കുവെക്കുന്നത്. നമ്മൾ പണ്ട് ചേമ്പിലയിൽ കുറേ വെള്ളം ഒഴിച്ച് ആ വെള്ളം ചേമ്പില നനയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കളിക്കലില്ലേ, ഒരു തുള്ളി വെള്ളം എടുത്തിട്ട്. അതൊക്കെ പെട്ടെന്ന് എനിക്കപ്പോൾ ഓർമ്മ വന്നു. ഇതാ മോൻ ചെയ്തെന്ന പോലെ പെട്ടെന്ന് അത് ഓർമ്മ വന്നു. ഞാനും മാല ഉണ്ടാക്കി, ചേമ്പില കൊണ്ടൊരു മാല. പിന്നെ ഫ്രണ്ട്സ്, ഇതിൻ്റെ അകത്തൊരു പൂവുണ്ട്, ഈ ചേമ്പിലയുടെ അകത്തൊരു പൂവുണ്ട്. ഇതാ ഞാൻ ഈ വീഡിയോയിൽ കാണുന്നില്ലേ, ഇത് നമ്മൾ കുട്ടിക്കാലത്ത് പണ്ട് ഓണത്തിൻ്റെ സമയത്ത് ഞാനും എൻ്റെ ഏട്ടന്മാരും കൂടിയിട്ട് ഓരോ പറമ്പിൽ ഇങ്ങനെ പോകും. അതെടുത്തിട്ട് നമ്മൾ നേരിയതായിട്ട് അങ്ങനെ മുറിച്ചിട്ടിട്ട് അത് പൂക്കളിടുമ്പോൾ അതിൻ്റെ കൂടെ ഇടാറുണ്ട്. നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടോ ഫ്രണ്ട്സ്? ഇതാണ് കേട്ടോ കാട്ടുചേമ്പിലയുടെ പൂവ്. അങ്ങനെ കുറേ സമയം കുട്ടികളുടെ കൂടെ പണ്ടത്തെ ഓർമ്മയിലേക്ക് കുറേ സമയം അങ്ങനെ പോയി ഗൈസ്. നമ്മളെ വീട്ടിലൊരു പൂച്ച ഉണ്ടായിരുന്നു, മിട്ടു ആണേ. ആ ചേമ്പിൻ്റെ മാല കുട്ടികൾ മിട്ടുവിൻ്റെ കഴുത്തിൽ അണിഞ്ഞു കൊടുത്തു. കണ്ടോ എന്തൊരു ഭംഗിയാണ് കാണാം. പക്ഷെ ഒന്നുണ്ട്, ഇത് കാട്ടു ചേമ്പല്ലേ, ഇത് കൈ നമുക്കത് പറിച്ചതിന് ശേഷം കൈ വല്ലാണ്ട് ചൊറിച്ചിലുണ്ടായിരുന്നു എല്ലാവർക്കും. ഞാൻ വെളിച്ചെണ്ണ തടവി കൊടുക്കുകയാണ് ചെയ്തത്. ഏട്ടൻ്റെ മോനായത്, മോന് നന്നായിട്ട് ചൊറിച്ചിലുണ്ടായിട്ടുണ്ടായിരുന്നു. കുട്ടികൾ പെട്ടെന്ന് പോയിട്ട് അതൊക്കെ കണ്ട് കാട്ടുന്ന പറിച്ചെടുത്ത് കഴിഞ്ഞാൽ കൈക്ക് ചിലപ്പം പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കുക കൂട്ടുകാരെ. അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ ഫ്രണ്ട്സ്, ഒരുപാട് സ്നേഹത്തോടെ ബൈ ബൈ.